നമസ്കാരം, തേടായി ന്യൂസിലേക്ക് സ്വാഗതം. കുരിശിലേറ്റി മരിച്ച യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണയ്ക്കായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. ഈ ദിവസം പ്രത്യേക പ്രാധാന്യമുള്ള വിഭവങ്ങളാണ് ഈസ്റ്റർ അപ്പവും വർണ്ണശബളമായ ഈസ്റ്റർ മുട്ടകളും. പ്രത്യേകിച്ച് നിറങ്ങളാൽ അലങ്കരിച്ച ഈസ്റ്റർ മുട്ടകൾ ആഘോഷത്തിന്റെ പ്രധാന ആകർഷണമാണ്. ഈസ്റ്റർ കാലം തുടങ്ങുമ്പോഴേക്കും കടകളും തെരുവുകളുമെല്ലാം വിവിധ തരത്തിലുള്ള മുട്ടകളാൽ നിറഞ്ഞ് ഉത്സവ ചായം പകരും. എന്നാൽ ഈ മനോഹരമായ പാരമ്പര്യം കേവലം ഒരു ആഘോഷത്തിന്റെ ഭാഗം മാത്രമല്ല, മറിച്ച് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള സംസ്കാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഒരു വലിയ സംഗമം കൂടിയാണ്. പുരാതന പേർഷ്യൻ നാഗരികത മുതൽ ഇന്നത്തെ നവീന ലോകം വരെ നീളുന്ന ഈ മുട്ടകളുടെ കഥ യഥാർത്ഥത്തിൽ അതിജീവനത്തിന്റെയും പൊതുജീവിതത്തിന്റെയും മനോഹരമായ ഒരു കാവ്യമാണ്. പല നാടുകളിൽ പല വിശ്വാസമാണ് ഈസ്റ്റർ മുട്ടയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പുരാതന കാലത്തെ മെസപ്പൊട്ടോമിയയിലെ ക്രിസ്തീയ വിഭാഗങ്ങളുടെ ഇടയിലാണ് ഈസ്റ്റർ മുട്ടകൾ ആചാരമായി മാറിയത്. വസന്തകാല ആഘോഷങ്ങളുടെ ഭാഗമായി മുട്ടത്തോടുകൾ അലങ്കരിക്കുന്നത് ആയിരക്കണക്കിന് വർഷം മുൻപ് തന്നെ നിലവിലുണ്ടായിരുന്നു. ഇത് പിന്നീട് വസന്തകാലത്ത് നടക്കുന്ന ഈസ്റ്റർ ആഘോഷത്തിലേക്കും എത്തിച്ചേരുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈസ്റ്റർ ബണ്ണി എന്ന മുയലുകളാണ് ഈ മുട്ട കൊണ്ടുവരുന്നത് എന്നാണ് അമേരിക്കയിലും കാനഡയിലും കുട്ടികൾക്കിടയിലെ കൗതുക കഥ. ബ്രിട്ടനിൽ 15-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈസ്റ്റർ ദിവസം രാവിലെ അരിമാവ് കൊണ്ടും പഞ്ചസാര കൊണ്ടും ഉണ്ടാക്കിയ മുട്ടകൾ രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വിതരണം ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ഈസ്റ്റർ ദിനത്തിൽ രാവിലെ വീട്ടുകാർ മുട്ടകൾ കുട്ടികൾക്കായി ഒളിപ്പിച്ചു വെക്കും. അതുപോലെ ഈസ്റ്റർ രാത്രിയിലെ ചടങ്ങുകൾക്ക് ശേഷം ചില പള്ളികളിൽ ഈസ്റ്റർ മുട്ട ആശീർവദിച്ച് വിശ്വാസികൾക്ക് വിതരണവും ചെയ്യാറുണ്ട്. നോമ്പുകാലത്തെ കർശനമായ ചിട്ടകളാണ് ഈസ്റ്റർ മുട്ടകളുടെ ജനപ്രീതി വർദ്ധിപ്പിച്ച മറ്റൊരു ഘടകം. ആദ്യകാലങ്ങളിൽ ഈസ്റ്ററിന് മുന്നോടിയായുള്ള 40 ദിവസത്തെ വലിയ നോമ്പിൽ മുട്ടകൾ കഴിക്കുന്നത് നിഷിദ്ധമായിരുന്നു. തങ്ങൾ വളർത്തുന്ന കോഴികൾ ഈ ദിവസങ്ങളിൽ ഇട്ടിരുന്ന മുട്ടകൾ പാഴായി പോകുവാതിരിക്കുവാൻ ആളുകൾ അവ പുഴുങ്ങി സൂക്ഷിക്കുവാൻ തുടങ്ങി. നോമ്പ് അവസാനിക്കുന്ന ഈസ്റ്റർ ദിനത്തിൽ വലിയൊരു ആഘോഷമായി ഈ മുട്ടകൾ വിളമ്പുന്നത് ഒരു പതിവായി മാറി. വിശപ്പിന്റെ നാളുകൾക്ക് ശേഷം എത്തുന്ന ഈ വിരുന്നാണ് മുട്ടയെ ഈസ്റ്ററിലെ പ്രധാനിയാക്കി മാറ്റിയത്. മുട്ടകൾക്ക് നിറം നൽകുന്ന കല വെറും ഭംഗിക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല, മറിച്ച് ഓരോ നിറത്തിനും പറയുവാൻ വലിയ കഥകളുണ്ടായിരുന്നു. ആദ്യകാല ക്രിസ്ത്യാനികൾ മുട്ടകൾക്ക് ചുവപ്പ് നിറമാണ് നൽകിയിരുന്നത്. ഇത് ക്രിസ്തുവിന്റെ രക്തത്തെയും സ്നേഹത്തെയും സൂചിപ്പിച്ചു. പിൽക്കാലത്ത് കിഴക്കൻ യൂറോപ്പിലെ പൈസാക്കി കലയിലൂടെ മുട്ടകളിൽ അതിമനോഹരമായ ചിത്രപ്പണികൾ വന്നു തുടങ്ങി. മെഴുകുപയോഗിച്ചു വരയ്ക്കുന്ന ഈ സങ്കീർണമായ രൂപങ്ങൾ വീടുകൾക്ക് ഐശ്വര്യവും സംരക്ഷണവും നൽകുമെന്ന വിശ്വാസം ഇന്നും പലയിടങ്ങളിലും നിലനിൽക്കുന്നു. 19-ാം നൂറ്റാണ്ടോടെയാണ് ഈസ്റ്റർ മുട്ടകളിൽ വിപ്ലവകരമായ മാറ്റം സംഭവിക്കുന്നത്. യൂറോപ്പിലെ ചോക്ലേറ്റ് നിർമ്മാതാക്കൾ മുട്ടയുടെ ആകൃതിയിൽ മധുര പലഹാരങ്ങൾ നിർമ്മിക്കുവാൻ തുടങ്ങിയതോടെ ആഘോഷം കൂടുതൽ മധുരമുള്ളതായി മാറി. ആദ്യകാലങ്ങളിൽ കടുപ്പമേറിയ ചോക്ലേറ്റുകളായിരുന്നുവെങ്കിൽ പിൽക്കാലത്ത് അതുള്ളിൽ ശൂന്യമായതും മിഠായികൾ നിറഞ്ഞതുമായ ആധുനിക രീതിയിലേക്ക് മാറി. ഇതോടെ ആത്മീയമായ ഒരു പ്രതീകം എന്നതിലുപരി സ്നേഹത്തിന്റെ സമ്മാനമായി ചോക്ലേറ്റ് മുട്ടകൾ ലോകം മുഴുവൻ കീഴടക്കി. ഓരോ ഈസ്റ്റർ മുട്ടയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രതീക്ഷയെക്കുറിച്ചാണ്. കടുപ്പമേറിയ തോടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ജീവൻ പോലെ ഇരുട്ടിനു ശേഷം വെളിച്ചവും ദുഃഖത്തിനു ശേഷം സന്തോഷവും വരുമെന്ന വലിയ സത്യമാണ് ഈ കൊച്ചുമുട്ടകൾ വിളിച്ചു പറയുന്നത്. അത് ചായം പൂശിയ കോഴിമുട്ടകളായാലും ചോക്ലേറ്റ് മുട്ടകളായാലും പകരുന്നത് പുതിയൊരു ജീവിതത്തിന്റെ വലിയൊരു സന്ദേശം തന്നെയാണ്.